താങ്കൾ അതിന് പിന്നിലുണ്ട് എന്നതിൽ സന്തോഷം. കെ മീഡിയൻ കുന്നത്തുനാട് പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ മീഡിയൻ, എന്താണ് പഞ്ചായത്ത് ഇത് ഏറ്റെടുക്കാത്തത്? പഞ്ചായത്ത് ഏറ്റെടുക്കാന്ന് പറഞ്ഞാല് VP സജീന്ദ്രൻ MLA ആയിരുന്നപ്പോഴേ കൊച്ചിൻ റിഫൈനറിയുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് അതിന്റെ പ്രവർത്തനം തുടങ്ങിയത്. അതെ, പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള ഭരണസമിതി മാറി 2020 ഭരണം വരികയും ചെയ്തു. പല പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ട് ഇതിന്റെ പണി പൂർത്തീകരിക്കണം. കാരണം ലോകത്തിന്റെ നെറുകയിൽ വന്ന ഈ ഗ്രാമത്തിൽ ജനിച്ച ഒരാളാണ് ശ്രീനിജൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഇത്. അതുകൊണ്ട് ഇതിന്റെ പണി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ഭരണസമിതി അതിൽ യാതൊരു താല്പര്യവും എടുത്തില്ല. അതാണ് അതിന്റെ നിജസ്ഥിതി. ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയപ്പോൾ അന്നത്തെ MLA സജീന്ദ്രനാണ് ഈ പ്രഖ്യാപനം നടത്തിയതും അതുമായി മുന്നോട്ട് പോയതും. ഓക്കെ, അത് വസ്തുതയാണ്. പക്ഷേ കെ മീഡിയൻ, ഇതിൽ ഫണ്ട് നിങ്ങൾ വകമാറ്റി ചെലവഴിച്ചു എന്നാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. ഒരിക്കലുമില്ല. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഭരണസമിതി, ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിനാണുള്ള പ്രസക്തി. നിങ്ങൾ പ്രതിപക്ഷത്ത് 7 പേരുള്ളൂ. അല്ല, കഴിഞ്ഞ തവണ UDF-ന്റെ സമയത്ത് ഞങ്ങൾ ഒരിക്കലും ചെയ്തില്ല. അതിനൊക്കെ രേഖകളും തെളിവുകളും ഉണ്ടല്ലോ. അന്ന് UDF-ന്റെ ഭരണസമിതി ഇരിക്കുമ്പോൾ ഈ 2020 വരുന്നതിന് മുമ്പ് 1 കോടി രൂപയല്ലേ അനുവദിച്ചത്? ആ പൈസ അനുഭവിച്ചത് കൂടാതെ ഞങ്ങൾ അവിടെ അന്ന് ഒരുപാട് ഈ ശ്രീജേഷിന് കൊടുക്കേണ്ട ആദരവ് എന്ന അതൊക്കെ മനസ്സിലായി. പക്ഷേ ആ 1 കോടി രൂപ എവിടെ പോയി? ആ 1 കോടി രൂപയുടെ പണി പുരോഗമിച്ചിരിക്കൊണ്ടിരിക്കുമ്പോൾ അത് BPCL-ന്റെ പണമല്ലേ കിട്ടിയത്? BPCL-ന്റെ പണി അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പൂർത്തീകരിച്ച് പണി. അല്ല, BPCL-ന്റെ പണം കിട്ടി, പഞ്ചായത്ത് വാഗ്ദാനം ചെയ്ത് 1 കോടി കിട്ടിയില്ല. അതല്ലേ പദ്ധതി നടപ്പിലാവാതിരിക്കാൻ കാരണം? അല്ലല്ല, ഒരിക്കലും അല്ല. BPCL-ന്റെ പണവും കിട്ടിയില്ല. പഞ്ചായത്ത് കൊടുക്കാനൊന്ന് തയ്യാറാണ്. പക്ഷെ പഞ്ചായത്ത് ഭരണസമിതി അപ്പൊ മാറിയല്ലോ. ഭരണസമിതി മാറി പുതിയ ഭരണസമിതി ആ പൈസ കൊടുക്കാൻ തയ്യാറായില്ല. പക്ഷേ അതൊരു നാണക്കേടാണ് കെ മീഡിയൻ. കാരണം നമ്മുടെയൊക്കെ നാട്ടിലെ ഒരു ഒളിമ്പിക് മെഡലിസ്റ്റ് നാട്ടിലേക്ക് വന്ന് ആ ഒളിമ്പിക് മെഡലിസ്റ്റിന് പറയേണ്ടി വരുന്നു, നിങ്ങൾ എന്റെ പേരിട്ട് എന്നെ അപമാനിക്കരുത് എന്ന് പഞ്ചായത്തിനോട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഒരു മിനിറ്റ് ഒന്ന് കേൾക്കൂ. ഞങ്ങൾ സർവാത്മന തയ്യാറാണ്. ഇപ്പോഴും ഞങ്ങൾ 7 പേരും ഒന്നിച്ചു തന്നെ പറയുന്നു, ശ്രീജേഷിന് ഏത് അംഗീകാരം കൊടുക്കാനും ഞങ്ങൾ എന്തിനും തയ്യാറാണ്. പക്ഷേ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ തയ്യാറാകണം. മുൻ MLA ഇപ്പോഴത്തെ MLA സൂചിപ്പിച്ചല്ലോ, ശ്രീജൻ 3 കോടി രൂപ കൊടുക്കാന്ന്. അത് ഒരു കാരണവശാലും നടക്കൂല. കാരണം വെച്ചാൽ 2020 ആണ് കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത്. അതേ ഒരവസ്ഥയാണ് ഇന്ന് ഈ കുന്നത്തുനാട് പഞ്ചായത്തിലും ഉള്ളത്. അതായത് കുന്നത്തുനാട് പഞ്ചായത്ത് ഈ 3 കോടി രൂപ കൊടുക്കാമെന്ന് MLA പറഞ്ഞാൽ സ്ഥലം കൊടുക്കൂല. കുന്നത്തുനാട് പഞ്ചായത്തല്ല, കിഴക്കമ്പലം പഞ്ചായത്ത് സ്ഥലം കൊടുക്കൂല. ഭരിക്കണേ. ഇതിലൊരു ഈഗോന്റെ വിഷയമുണ്ട്. ഒരു സാധാരണക്കാരന്റെ ആ ഈഗോയൊക്കെ മുണ്ടിപ്പൊതിഞ്ഞ് സൂക്ഷിച്ചാൽ മതി എന്ന് പറയണം കെ മീഡിയൻ പഞ്ചായത്തിൽ. അത് ആ മുണ്ട് എടുത്ത് നാട്ടുകാരുടെ തലയിലോട്ട് ഇടാൻ വേണമെന്ന് പറയണം. പാവം നമ്മുടെ ശ്രീജേഷിനെ പോലെ ലോകമെമ്പാടും ആദരിക്കുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെ കളിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? താങ്ക് യു കെ മീഡിയൻ. നിങ്ങൾ ശക്തമായി പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ കെ മീഡിയൻ നിങ്ങൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തണം. ഇത് നമുക്കൊരു വലിയ പ്രധാനപ്പെട്ട വിഷയമായി കൊണ്ടുവരണം. അങ്ങനെ കമ്പിയായിട്ട് മാത്രം ഒരു ഇൻഡസ്ട്രി നിൽക്കരുത്. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് തന്നെ നിൽക്കാം. താങ്ക് യു മീഡിയൻ. താങ്ക്സ് എ ലോട്ട്.